Hello everyone, welcome back to a new video. So today's video will be based on the topic lesson plan which comes in MAS4 ELT paper. So this video is actually on popular demand because there were so many requests for a video on lesson plan and how to write it. So let's start. We'll start with the definition. A lesson plan is a teacher's detailed description of the course of instruction or the learning trajectory for a lesson. A daily lesson plan is developed by a teacher to guide class, and the details will vary depending on the preference of the teacher, subject being covered, and the need of the students. And also there may be requirements mandated by the school system regarding the lesson plan as well. But basically, the definition is that it is a teacher's guide for running a particular lesson, and it includes the goal, that is what the students are supposed to learn, how the goal will be reached, that is the method or procedure, and a way of measuring how well the goal was reached. For example, test, worksheet, homework, etc. So ഇതാണ് ലെസൺ പ്ലാൻ്റെ ഒരു ബേസിക് ഡെഫിനിഷൻ. ഇനി നമ്മൾ എങ്ങനെയാണ് എഴുതുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ഒരു 3 കോളം ലെസൺ പ്ലാൻ ആണ് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. സോ 3 കോളം എന്ന് പറയുമ്പോൾ തന്നെ ഒരു കോളം വരച്ചിട്ടുള്ളൊരു എഴുതുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ഏതായിക്കൊള്ളട്ടെ, പോയം, പോയിട്രി, ഗ്രാമർ, ലെസൺ ഏതായിക്കൊള്ളട്ടെ, ഒറ്റൊരു മോഡൽ മതിയാകും. അപ്പോൾ ഫോർമാറ്റ് ഇതാണ്. ആദ്യം കോളം ഒക്കെ വരയ്ക്കുന്നതിന് മുന്നേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് നെയിം ഓഫ് ദി ടീച്ചർ, നെയിം ഓഫ് ദി സ്കൂൾ. ഇതൊക്കെ ഇമാജിനറി ആവാം അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള പേരുകളാകാം, ഡസൻ മാറ്റർ. ക്ലാസ് ആൻഡ് സബ്ജക്റ്റ്, അതായത് ഇംഗ്ലീഷ് എന്നുള്ളത്, എത്രാമത്തെ പീരീഡിലാണ് എടുക്കുന്നത്, എത്രാമത്തെ യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ ഡ്യൂറേഷൻ, യൂഷ്വലി ഒരു ക്ലാസ് അവർ എത്ര കാണുമോ, സ്കൂളിലൊക്കെ ക്ലാസ് അവർ എത്ര കാണുമോ അതാണ് ഡ്യൂറേഷൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ടോപ്പിക്, ഇപ്പോൾ പോയം ആണെങ്കിൽ പോയം എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ആ ടൈറ്റിൽ കൊടുക്കാം. അതുപോലെ പ്രോസ് ആണെങ്കിൽ ഏത് സ്റ്റോറിയാണ് എടുക്കുന്നതിൻ്റെ ടൈറ്റിൽ കൊടുക്കാം. ഗ്രാമർ ആണെങ്കിൽ ഏത് ടൈറ്റിലാണെന്ന് ഇൻക്ലൂഡ് ചെയ്യാം. ആൻഡ് ദെൻ ദ ഡേറ്റ്. ഇതാണ് ഫസ്റ്റ് ഒരു കുറച്ച് കാര്യങ്ങൾ. പിന്നെ വരുന്നത് കരിക്കുലർ ഒബ്ജക്റ്റീവ്, അതായത് എന്താണ് ഗോൾസ് എന്ന് പറയുന്നത്. ഈ ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുന്നതിലൂടെ എന്ത് ഗോൾസ് ആണ് ഉള്ളതെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം പോയിട്രി ആണെങ്കിൽ അല്ലെങ്കിൽ പ്രോസ് ആണെങ്കിൽ എന്തൊക്കെയാകാം. The student may learn to appreciate the poem or story. They may understand the theme of the poem or story. And they will also learn to identify the literary devices used. ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്. അതുപോലെ പ്രീ റിക്വസിറ്റ് എന്ന് പറയുന്നത് എന്താണ് സ്റ്റുഡൻസിന് ഓൾറെഡി അറിയാവുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അത് നമുക്ക് വേണമെങ്കിൽ അഗെയിൻ ഏത് സാധനമാണെങ്കിലും, പ്രോസ് ആയാലും പോയിട്രി ആയാലും ഗ്രാമർ ആണെങ്കിലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ദാറ്റ് ഈസ് ദേ മേ ഹാവ് ഹേർഡ് ദ സിമിലർ സ്റ്റോറീസ് ഓർ സിമിലർ പോയം ബിഫോർ. അതുപോലെ ഗ്രാമർ ടോപ്പിക് ആണെങ്കിൽ ഇപ്പോൾ നൗൺസ് എടുക്കുകയാണെങ്കിൽ ദേ മേ ഹാവ് ഓൾറെഡി നോൺ അബൌട്ട് പാർട്സ് ഓഫ് സ്പീച്ച്, വാട്ട് ഇസ് എ സ്പീച്ച്. അപ്പോൾ ഓൾറെഡി അവർക്ക് എന്തൊക്കെ അറിയാമെന്നുള്ളൊരു കാര്യം നമ്മൾ ഗസ് ചെയ്ത് എഴുതുന്നതാണ് പ്രീ റിക്വസിറ്റ് ആയിട്ട് പറയുന്നത്. പിന്നെ ലേണിംഗ് എയ്ഡ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്ക്, ബ്ലാക്ക് ബോർഡ്, ചോക്ക്, മാർക്കർ എക്സെട്ര. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ 3 കോളത്തിലേക്ക് പോകുന്നത്. സോ ദിസ് ഇസ് ദ 3 കോളം അപ്രോപ്രിയേറ്റ് ഫോർ പ്രോസ്, പോയിട്രി ആൻഡ് ഗ്രാമർ. അപ്പോൾ ഇതിൽ ആദ്യത്തെ കോളം ക്ലാസ് റൂം ആക്ടിവിറ്റിയാണ്, രണ്ടാമത് സ്റ്റുഡൻറ് റെസ്പോൺസ്, മൂന്നാമത് ഏതൊക്കെ തിയറിയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഇൻഫോർമൽ ഇൻട്രാക്ഷൻ ഉണ്ട്. അതായത് ടീച്ചർ ക്ലാസ്സിൽ വരുന്നു, കുട്ടികളെ ഗ്രീറ്റ് ചെയ്യുന്നു, അതുപോലെ ഇതിന് മുമ്പ് പഠിപ്പിച്ച ഒരു കാര്യം പഠിപ്പിച്ച അസൈൻമെൻ്റ് ആയാലും അല്ലെങ്കിൽ പഠിപ്പിച്ച ടോപ്പിക് ആണെങ്കിലും ഒന്നും കൂടി റീവൈൻഡ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇൻഫോർമൽ ഇൻട്രാക്ഷൻ. ക്ലാസ് റൂം ആക്ടിവിറ്റി എന്നൊരു കോളത്തിൻ്റെ അകത്ത് വരുന്നതാണ്. അപ്പോൾ സ്റ്റുഡൻറ് റെസ്പോൺസ് എന്തായിരിക്കും, അല്ലെങ്കിൽ സ്റ്റുഡൻസ് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആസ് എ ടീച്ചർ. ഓബ്വിയസ്ലി ദേ ഗ്രീറ്റ് ദ ടീച്ചർ ബാക്ക് ആൻഡ് ദേ ആർ റെഡി ഫോർ ദി ക്ലാസ്, അങ്ങനത്തെ രീതിയിൽ. അപ്പോൾ അവിടെ ആ ഒരു തിയറി വരുന്നത് ലോ ഓഫ് റെഡിനെസ് ആണ്. ദ സ്റ്റുഡൻസ് ആർ ഗെറ്റിംഗ് റെഡി ടു സ്റ്റഡി. ഓക്കെ, നെക്സ്റ്റ് എൻട്രി ആക്ടിവിറ്റി ആണ്. എൻട്രി ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ടീച്ചർ ഇൻട്രൊഡ്യൂസസ് ദ ടോപ്പിക്. അതിപ്പോൾ പോയായാലും പ്രോസ് ആയാലും ഗ്രാമർ ആയാലും സെയിം ആണ്. ടീച്ചർ ഇൻട്രൊഡ്യൂസസ് ദ ടോപ്പിക് എന്താണെന്ന് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ആൻഡ് കുറച്ച് എൻട്രി ആക്ടിവിറ്റി, ഇപ്പോൾ ഒരു
നേച്ചറിനെ കുറിച്ചൊരു പോയാണെന്നിരിക്കട്ടെ. ടീച്ചർ ഇൻട്രൊഡ്യൂസസ് ദ ടോപ്പിക് ആൻഡ് ആസ്ക് ദ സ്റ്റുഡൻസ് വെദർ ദേ ഹാവ് റെഡ് പോയംസ് അബൌട്ട് നേച്ചർ, അല്ലെങ്കിൽ നേച്ചർ പോയറ്റ്സ് ആരൊക്കെയാണ് അറിയാമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇതൊക്കെ വളരെ സബ്ജക്റ്റീവാണ്. നിങ്ങളുടെ ഒരു ഇമാജിനേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് എഴുതാം. ബേസിക്കായിട്ട് ഇതാണ്. ടോപ്പിക് എന്താണോ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഓൾറെഡി എന്താണ് അറിയാവുന്നത്, അവർക്ക് എന്തെങ്കിലും ഓൾറെഡി ആ ഒരു ടോപ്പിനെ കുറിച്ച് അറിയാമോ എന്നുള്ളത് ചോദിക്കുന്നു. സ്റ്റുഡൻറ്റ് റെസ്പോൺസ് നമ്മൾ എന്തായാലും കുട്ടികൾ എന്തെങ്കിലുമൊക്കെ പറയുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. സ്റ്റുഡൻറ്റ് റെസ്പോൺസ് വിൽ ബി സ്റ്റുഡൻസ് റെസ്പോണ്ട് ദാറ്റ് ദേ ഹാവ് ഹേർഡ് അബൌട്ട് സിമിലർ പോയം ഓർ സ്റ്റോറി ഓർ ഗ്രാമർ പോർഷൻ എക്സെട്ര. അവിടെ ലോ ഓഫ് മോട്ടിവേഷൻ ആണ് തിയറി ആയിട്ട് വരുന്നത്. കാരണം അവർക്ക് ഈ ഒരു ടോപ്പിക്ക് പഠിക്കാനുള്ളൊരു മോട്ടിവേഷൻ. നെക്സ്റ്റ് ഈസ് പ്രസൻറ്റേഷൻ. പ്രസൻറ്റേഷനിൽ ആണ് എന്താണ് ടീച്ചറിൻ്റെ ആ ഒരു ശരിക്കും ടീച്ചിങ് ഒരു ആസ്പെക്റ്റ് വരുന്നത്. അതായത് ഇപ്പോൾ ടോപ്പിക് ഏതാണെങ്കിലും ദ ടീച്ചർ റീഡ്സ് ദി പോയം ഓർ സ്റ്റോറി വൺ ടൈം ആൻഡ് ആസ്ക് ദി സ്റ്റുഡൻസ് ടു read it silently first and read it individually or group. അപ്പോൾ അതാണ് ക്ലാസ് റൂം ആക്ടിവിറ്റി വരുന്നത്. ടീച്ചർ ആദ്യം ഒന്ന് വായിക്കുന്നു, സ്റ്റുഡൻസ് കേൾക്കുന്നു. അതാണ് സ്റ്റുഡൻറ്റ് റെസ്പോൺസ്. പിന്നെ ടീച്ചർ അവരോട് സൈലൻ്റ് ആയിട്ട് വായിക്കാൻ പറയുന്നു. കുട്ടികൾ അതുപോലെ ചെയ്യുന്നു. പിന്നീട് ടീച്ചർ ഇൻഡിവിജ്വലായിട്ട് ഓരോ ആൾക്കാരെ നിർത്തി വായിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഗ്രൂപ്പായിട്ടും വായിപ്പിക്കുന്നുണ്ട്. സ്റ്റുഡൻസ് അതുപോലെ തന്നെ ചെയ്യുന്നു. സോ ഇതൊക്കെയാണ് ക്ലാസ് റൂം ആക്ടിവിറ്റിയും കറസ്പോണ്ടിങ് സ്റ്റുഡൻറ്റ് ആക്ടിവിറ്റി. അപ്പോൾ അവിടെയൊക്കെ മൾട്ടി സെൻസറി അപ്രോച്ച് എന്നൊരു തിയറിയാണ് വരുന്നത്. കാരണം അവരുടെ ലിസ്ണിങ്, സ്പീക്കിംഗ്, റീഡിങ് സ്കിൽസ് എല്ലാം തന്നെ അവിടെ ആക്ടിവേറ്റ് ആവുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഡൗട്ട് ക്ലിയറൻസ് നമുക്ക് ഈ പ്രസൻറ്റേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാം. സ്റ്റുഡൻറ്റ് റെസ്പോൺസ് ആയിട്ട് സ്റ്റുഡൻസ് വായിക്കുന്ന കൂട്ടത്തിൽ ടീച്ചർ അവരോട് പറയാണ് ഡിഫിക്കൽട്ടായിട്ടുള്ള വേർഡ്സ് മാർക്ക് ചെയ്യാൻ പറയുന്നു. അത് ക്ലാസ് റൂം ആക്ടിവിറ്റി. സ്റ്റുഡൻറ്റ് റെസ്പോൺസ് എന്തായിരിക്കും? സ്റ്റുഡൻസ് അതുപോലെ മാർക്ക് ചെയ്യുന്നു. ആ 2-3 വാക്കുകളുടെ ഡൗട്ട് ചോദിക്കുന്നു, ടീച്ചർ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. എഗെയിൻ മൾട്ടി സെൻസറി അപ്രോച്ചാണ് അവിടെ വരുന്നത്. സോ തിയറി സെയിം ആണ്. പിന്നെ ഗ്രൂപ്പ് വർക്കാണ്. ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുമ്പോഴേക്കും ഒരു ക്ലാസ് റൂമിനെ 4 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, A, B, C and D. എന്നിട്ട് ടീച്ചർ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുക്കുന്നു. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏത് പോയായാലും സ്റ്റോറി ആയാലും ഗ്രാമർ ആയാലും നമുക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. നമ്മൾ ഓൾറെഡി മനസ്സിൽ കാണുമല്ലോ ഇന്ന ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നതെന്ന്. അത് ഓൾറെഡി പ്രിപ്പയർ ആണെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് മതി. ലൈക്ക് വാട്ട് ഇസ് ദ തീം ഓഫ് ദി പോയം, ഗിവ് അനദർ ടൈറ്റിൽ ടു ദ സ്റ്റോറി. അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രാമർ പോർഷൻ ആണെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് അഡ്ജക്റ്റീവ്. അങ്ങനത്തെ രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 3-4 ക്വസ്റ്റ്യൻസും കൂടി ഇൻക്ലൂഡ് ചെയ്യണം ഗ്രൂപ്പ് വർക്കിൽ. സ്റ്റുഡൻറ്റ് റെസ്പോൺസ് എന്തായിരിക്കും? ആദ്യത്തെ 3 ഗ്രൂപ്പ് A, B and C ഡു ദ വർക്ക് ഓൺ ദെയർ ഓൺ. ഓക്കെ. ഗ്രൂപ്പ് D കംപ്ലീറ്റ്സ് ദ വർക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ടീച്ചർ. അങ്ങനത്തെ രീതിയിലൊരു സ്റ്റുഡൻറ്റ് റെസ്പോൺസും ഇരിക്കും. അപ്പോൾ തിയറി അവിടെ വരുന്നത് കോപ്പറേറ്റീവ് ലേണിംഗ്. കാരണം അവിടെ റൈറ്റിംഗ് സ്കിൽസും വരുന്നുണ്ട്. അവരുടെ എല്ലാ ലിസ്ണിംഗ് സ്കിൽസും എല്ലാ സ്കിൽസ് അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല പിയർ ടീച്ചിങ് കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഒരു ബേസിക് മോഡൽ. ഏതൊരു പോയാണെങ്കിലും പ്രോസ് ആണെങ്കിലും ഗ്രാമർ പോർഷൻ ആണെങ്കിലും സെയിം ഫോർമാറ്റിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ. ആൻഡ് ലാസ്റ്റ് വന്നിട്ട് ഒരു അസൈൻമെൻറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. അതിപ്പോൾ എനിത്തിങ് ലൈക്ക് റൈറ്റ് എ പോയം ഓഫ് യുവർ ഓൺ, അല്ലെങ്കിൽ റൈറ്റ് എ സ്റ്റോറി ഓഫ് യുവർ ഓൺ, റൈറ്റ് എ ഡയറി എൻട്രി, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇറ്റ്സ് ഓൾ ബേസ്ഡ് ഓൺ യുവർ ഇമാജിനേഷൻ. പക്ഷെ എന്തെങ്കിലും ഒരു അസൈൻമെൻറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്യുക. ഇതാണ് ബേസിക് മോഡൽ. എല്ലാ ഒരു കാര്യത്തിനും കോമൺ ആയിട്ടുള്ളൊരു മോഡലും ഫോർമാറ്റും ആണിത്. സോ ഐ ഹോപ്പ് ദിസ് ഈസ് യൂസ്ഫുൾ. കാരണം കുറേ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഐ തോട്ട് ഐ വുഡ് ഷെയർ ഇറ്റ് ആസ് മച്ച് as I know. So do let me know what you think and if it is helpful, and I'll see you in the next video. Till then, thank you.